പരിഗണിക്കണം മുസ്ലിമേ. കിബിലയിലേക്ക് കാല് നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പകരം പോലും അല്ലാഹു നരകം തരുമോ എന്ന് പേടിക്കണം. ബഹുമാനപ്പെട്ട തഴവപ്പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് ഈ രാജ്യം മുഴുവനും, ഈ നാട് മുഴുവനും, എന്റെ നാട് മുഴുവനും ഇൽമ കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കിടന്നിറങ്ങുന്ന രാജകുമാരനെ ഓർമ്മയില്ലേ? ആ ബഹുമാനപ്പെട്ട ഗുരുനാഥന്റെ ഗുരുവര്യന്റെ ഖബറിട അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഖിബിലയ്ക്ക് നേരെ നീട്ടിടല്ലേ കാല്, ഖുർആന്റെ നേരെയും നല്ല ദല്ലി ഹാല്. ഖിബിലയുടെ നേരെ കാല് നീട്ടല്ലോ, ഖുർആന്റെ നേരെ കാല് നീട്ടല്ലോ. എത്ര മര്യാദയുള്ള വാക്കുകൾ കൊണ്ട് അദബ് പഠിപ്പിച്ചിരുന്ന ലോകത്ത് ഒരുപാട് സരളമായ ശൈലിയോട് പരമ ഉസ്താദ് പറഞ്ഞു തന്നില്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ? അതുകൊണ്ട് ചെയ്തു പോകുന്ന ചെറിയ തെറ്റിന് പോലും അല്ലാഹുവിന്റെ അടുത്തുനിന്ന് നരകത്തിന്റെ അദാബ് ഇറങ്ങുമെന്നുള്ള ഭയം നിന്റെ മനസ്സിൽ വേണേ. അല്ലാഹു ആ ഭയം നമുക്ക് തരട്ടെ. ആ ഭയമുള്ളത് കൊണ്ടാണ് റാബിയത്തുൽ അറബിയ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിന്റെ അകത്ത് മണ്ണ് വാരി കയ്യിൽ വെച്ചുകൊണ്ട് നിലവിളിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് എത്രയോ സഹാബത്ത് നിസ്കാരത്തിൽ ബോധരഹിതരായി വീണുപോയത്. ആ ഭയമുള്ളത് കൊണ്ടാണ് പള്ളിക്കകത്തിന്റെ പ്രിയപ്പെട്ടവരെ തേങ്ങലും സങ്കടവും നെഞ്ചുടിപ്പുമായിട്ട് പഴയകാലത്തുള്ള ആരിഫീങ്ങൾ സമയം ചെലവഴിച്ചു പോയത്. നമുക്ക് ആ ഭയം തിരിച്ചു കൊണ്ടുവരണ്ടേ സഹോദരിമാരെ? അള്ളാഹുവിന് വേണ്ടി തലമറക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ശരീരം മറക്കുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി. ഇല്ലെങ്കിൽ ആ നരകമെന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല, പിന്നെ നരകമാണോ സ്വർഗമാണോ എന്നറിയുന്നത് മഹിശറയിലല്ല, ഇവിടെ വെച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഇവിടുന്ന് മരണപ്പെടുമ്പോ തന്നെയാണ്, ഇവിടുന്ന് നാം എന്ന് മരണപ്പെടുന്നുവോ അന്ന് തന്നെ നരകമാണെങ്കിൽ അല്ലാഹു നമുക്ക് നരകം കാണിച്ചു തരുന്നതാണ്. സ്വർഗമാണെങ്കിൽ അല്ലാഹു നമുക്ക് സ്വർഗം കാണിച്ചു തരുന്നതാണ്. സ്വർഗം കണ്ടു മരിക്കാൻ വബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ മാലാഖമാർ മരണത്തിന്റെ സമയത്ത് ഇറങ്ങി വരുന്ന മയ്യത്താക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ. അങ്ങനെ മരിക്കാനുള്ള മഹാഭാഗ്യം നമ്മുടെ ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് സൃഷ്ടാവാടെ പടച്ചവൻ നമുക്ക് തരട്ടെ. ഒരാള് മരണപ്പെടാൻ സമയത്ത് അസ്രായിൽ മുമ്പ് വരുമ്പോ തന്നെ അവന് നരകമാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കുമെന്നാണ്, സ്വർഗമാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി കണ്ണുനീരൊഴുകി നെഞ്ചുടിപ്പോടെ പൊട്ടിക്കരന്നുകൊണ്ട് എത്രയോ പേര് നിലവിളിച്ചുകൊണ്ട് കെലിമ പറയാൻ പറ്റാതെ മരണപ്പെടുന്നുണ്ട്. സ്വർഗം കണ്ടവരാണെങ്കിലോ അവർക്കടുത്തിരുന്ന് മക്കളൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട ഉടനെ അവര് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. അല്ലാഹു നമുക്ക് സ്വർഗം കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. ആ സമയം മുതലാണ് നരകമാണെങ്കിൽ നരകവും സ്വർഗമാണെങ്കിൽ സ്വർഗവും നമുക്ക് തരുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊന്നും മരിക്കൂല, ഒരുപാട് നാള് കഴിയും ഉസ്താദ്, ഒരുപാട് ദിവസം കഴിയും ഉസ്താദ്, എന്നിട്ടോ മരിക്കൂളൂ എന്ന് ചിന്തിച്ചവര് എന്റെ കൂടെ വാതിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. കഴിഞ്ഞ 7 ദിവസത്തിന് മുമ്പ് തട്ടത്തുമല, കിളിമാനൂർ തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉമ്മാക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി 1 കിലോമീറ്റർ പോലും വീട്ടിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാറില്ല. ഗുളിക വാങ്ങാൻ വേണ്ടി 2 വീലറിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ സുബ്ഹാനല്ലാഹ് ആ ഉമ്മാക്ക് പിന്നെ ആ മോനെ കാണാൻ പറ്റിയത് എപ്പോഴെന്നറിയോ? തലകെട്ടിക്കീരി നെഞ്ചി വെട്ടിക്കീരി പോസ്റ്റ്മോർട്ടം ചെയ്ത് കുത്തിത്തച്ചുകൊണ്ട് ആ ഉമ്മാടെ മുറ്റത്ത്, വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ എന്റെ പൊന്നുമോനെ, ഇന്നലെ രാവിലെ ഉമ്മാക്ക് ഗുളികവാകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണല്ലോ. തിരിച്ചു വരുന്നതിന് മുമ്പ് അപകടം സംഭവിച്ച് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിന് എന്റെ പ്രിയപ്പെട്ടവരെ 2 ദിവസത്തെ ചികിത്സയ്ക്ക് 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് ആ പൊന്നുമോന്റെ ആയുസ് തിരിച്ചു കിട്ടിയില്ല. ആരെങ്കിലും
അത് 18 വയസ്സിന് മാത്രം പ്രായമുള്ള സിനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ ചിന്തിച്ചു നോക്കണം. ചെറുപ്പക്കാരാ, കണ്ടുപിടിച്ചുകൊണ്ട് പെണ്ണുപിടിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചതുകൊണ്ട് 90 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും ഉറപ്പ് പറയുന്ന സഹോദര, ഉത്സവപ്പറമ്പിന്റെ അകത്തളത്തിൽ പാതിരാ സമയം പുറക്കമിടുന്നുകൊണ്ട് ഗാനവേളക്കാരന്റെ അവസാന പാട്ട് കേട്ടുകൊണ്ട് ഉടുമുണ്ടിൽ തലയിൽ കെട്ടുകെട്ട് അല്ലാതെ പറന്ന് നൃത്തം ചെയ്യുന്ന കല്ലിനും മദ്യത്തിനും പെണ്ണിനും അടിപ്പെട്ടു പോലെ യുവത്വമേ, അടുത്ത സെക്കൻഡിൽ മരണം വന്ന മോനെ നരകത്തിലേക്കല്ലോ നിന്നെ വലിച്ചടച്ചു കൊണ്ടുപോകുന്നത്. നരകമുറപ്പായി മരിച്ചുപോയവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭയാനകരമാണ് അതാവ്. എന്തെന്നെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിക്കണേ, അവര് നരകം കണ്ടു മരിക്കുമെന്ന് മാത്രമല്ല, അവരെ നരകത്തിന്റെ മാരാകമാര് വന്ന് കുളിപ്പിക്കുമെന്നാണ്, അവരെ കഫം പൊതിയുമെന്നാണ്. എന്നിട്ടോ പള്ളിപ്പറമ്പിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോ നായകളോടുള്ള സമീപനം പോലെ ആ മയ്യത്തിനോട് പെരുമാറുമെന്നാണ്. ആർക്കും വേണ്ടാത്തതുപോലെ ചീഞ്ഞെടുന്ന ശവത്തിന് നാലുകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പോലെ 6 അടി മണ്ണിന്റെ കത്തളത്തിലേക്ക് ആ മയ്യത്തിന് വലിച്ചെറിയപ്പെടുമെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വഖത്ത് നിസ്കാരം കളാക്കിപ്പോയി മോനെ. ക്യാൻസർ എന്ന രോഗം വന്നാൽ പിന്നീട് അല്ലാഹുവിനെ വിളിക്കാൻ നീ സമയം കണ്ടെത്തുന്നില്ലേ? ട്യൂമർ വന്നാൽ, കിഡ്നി തകരാറ് വന്നാൽ അറിയാതെ ഇന്നലെ വരെ ഇല്ലാത്ത പടച്ചുറമ്പുരാൻ ഒരു സെക്കൻഡ് കൊണ്ട് 1000 പ്രാവശ്യം വിളിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനീബോ ഇലാ റബ്ബിക്കും ദാസിലിമൂലഹു, മടങ്ങി വന്നോ, അള്ളാന്റെ മുമ്പിലേക്ക് മടങ്ങി വന്നോ, അള്ളാന്റെ ദീനിലേക്ക് മടങ്ങി വന്നോ. ആ നരകമെന്ന് പറയുന്ന ലോകത്ത് ഭയന്ന് വിറച്ചുകൊണ്ട് പൊട്ടിക്കരന്നോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പോയി സുജൂദിൽ കിടന്ന് നിറകണ്ണുകളോട് അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹു സ്വർഗം കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഈ സാധുക്കളായ നമുക്ക് തരട്ടെ. അതുകൊണ്ട് കുറഞ്ഞുപോയ ഖൗഫിനെ തിരിച്ചു കൊണ്ടുവരണം, കുറഞ്ഞുപോയ ഭയത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നരകം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ചില ആൾക്കാർ നിസ്സാരമായിട്ട് പറയൂലേ, നിസ്കരിക്കാൻ വരണില്ലേക്ക, ഓ നിസ്കരിക്കണം നിങ്ങളെല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി, അള്ള നരകം പടച്ചിട്ട് ആരും ഇല്ലെങ്കിൽ അള്ള തന്നെ നാണക്കേടല്ല, അതുകൊണ്ട് നരകത്തിൽ പോവാനും കുറച്ച് പേര് വേണ്ടേ. തമാശയ്ക്ക പറയണ ആലോചിച്ചോക്കി, നരകം തമാശയ്ക്ക് ഉപയോഗിക്കാനുള്ളതല്ല. റമളാൻ മാസത്തിൽ പള്ളിയുടെ നടയിലിരുന്ന് ബീഡി വലിക്കുന്ന ഒരു പാപ്പ സാധു പറഞ്ഞു, ഉറപ്പാണ് ളുഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ബീഡി വലിക്കണമെങ്കിൽ നിങ്ങൾക്ക് നരകമാണെന്നുള്ളതിൽ വേറെ സംശയമൊന്നുമില്ല, റമളാൻ മാസമാണ്. ഈ കാഫിര്യങ്ങൾ പോലും ആദരിക്കുന്ന ഈ മാസത്തിൽ നിങ്ങൾ ബീഡി വലിച്ചില്ലേ പള്ളിയുടെ നടയിൽ, നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. പാപ്പ പറഞ്ഞു, ഒരു കണക്കിന് നരകം അവസ്ഥ നല്ലത്. ഉസ്താദ് ചോദിച്ചത് എന്താ? ഇവിടെ എനിക്ക് ഒരു ദിവസം ബീഡി വലിക്കണമെങ്കിൽ 50 തീപ്പെട്ടി വേണം, നരകത്തിലാകുമ്പോൾ തീപ്പെട്ടി വേണ്ട, കാണിച്ചു കൊടുത്താൽ അത് കത്തിക്കോളൂ. വേറെ സഹോദരൻ ചോദിച്ചാൽ ഉസ്താദെ നരകത്തിൽ ബാത്റൂം ആണോ ഉസ്താദെ? അപ്പൊ കൂടെ ഒന്നും പറയാം, പോടാ അവിടെ ബാത്റൂം, അവിടെ ചൂടുവെള്ളം കുടിച്ച് തൊണ്ട ഉരുവി കിടക്കുമ്പോഴാണ് ബാത്റൂം. ഇത് നരകത്തിന്റെ ചർച്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ യുക്തിവാദികൾ സമ്മാനിച്ച ആശയങ്ങളും ആദർശങ്ങളും അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്നുപോയത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചേ പറ്റൂ, ഒരുപാട് ഗൗരവത്തോടെ മനസ്സിലാക്കിയേ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നരകത്തിന്റെ നിറം എന്താ? നരകത്തിന്റെ നിറം എന്താണ്? 1000 കൊല്ലമാ നരകം ചുമന്ന നിറമായിരുന്നു. പിന്നെ 2ാമത് 1000 കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോ